ഭയന്നിട്ട് തന്നെയാണ് നിങ്ങൾ പരാതി പറയാതിരുന്നത്. ഞങ്ങളുടെ വിഷയത്തിൽ അച്ഛൻ അതിനുള്ള ഒരു സജ്ജീകരണത്തിലായിരുന്നു. പരാതികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അച്ഛൻ ഇരിക്കുകയാണ് ഈ മോശ അനുഭവം ഉണ്ടായത്? അല്ലല്ല, അത് അച്ഛൻ മരിച്ചതിന് ശേഷം. ആ മോശ അനുഭവത്തിൽ പോലീസിനെ സമീപിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല ഒരിക്കലും? ഇല്ല, അത് അവിടെ വെച്ച് തീർത്തു. പിന്നെ ഞാൻ ഇതിനാണ് സമീപിക്കുന്നത്. ആര് തീർത്തു? ഞാന്. ഈ വിളിച്ചാളെ മുൻപിൽ വെച്ച് തീർത്തു എന്നാണ്? അത് അതോടുകൂടി ആ ചാപ്റ്റർ ക്ലോസ്ഡ്. അങ്ങനെ ഒരു മെസ്സേജ് വരുമ്പോൾ എനിക്കറിയാലോ പുള്ളിയുടെ ഇന്റൻഷൻ എന്താണെന്ന്. പിന്നെ എനിക്ക് പുള്ളിയുടെ സിനിമയിലൊന്നും അഭിനയിക്കണ്ട, അതുകൊണ്ട് എനിക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പൊ ഇക്കാര്യത്തില് ഇനി ഇപ്പൊ ഒരുപാട് പേരുകൾ, ഒരുപാട് ദുരനുഭവങ്ങൾ നേരിട്ട ആളുകൾ ഈ സിനിമയിലുണ്ട്. അത്തരം ആളുകളോട് എന്താ പറയാനുള്ളത്? അവർ ധൈര്യമായി പരാതിപ്പെടണം എന്നാണ്. എന്താണ് മേഡത്തിന് ഇപ്പം എനിക്ക് പറയാനുള്ളത്, ആ റിപ്പോർട്ട് പുറത്തു വന്ന സ്ഥിതിക്ക് ആ ബാക്കിയുള്ള പേജുകളും കൂടി പുറത്തു വരിക. അതിനുശേഷം ഇത് ഒരു നിയമം പാസ്സാക്കിയ ശേഷം ഒരു കോൺക്ലേവ് രൂപീകരിച്ച് ഇങ്ങനെ സെറ്റിൽമെന്റ് ചെയ്യാതെ ഒരു നിയമം പാസ്സാക്കി സർക്കാർ അതിന് വേണ്ട നടപടി എടുക്കണം. അതെ, തീർച്ചയായിട്ടും ഇതിൽ ഇരയാക്കപ്പെട്ടവർക്ക് നീതി കിട്ടണം. പിന്നെ ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാത്ത രീതിയിൽ ഒരു നിയമം പാസ്സാക്കണം. ഈക്വാളിറ്റി എല്ലാവർക്കും തുല്യമാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് മുമ്പിൽ. അപ്പൊ അത് നടപ്പാക്കുക. കോൺക്ലേവിലൂടെ ഞാൻ പറയില്ല, ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിനാണ് നടക്കുന്നതെങ്കിൽ അത് പ്രാവർത്തികമല്ല. വീണ്ടും ഇവരൊക്കെ തന്നെയാണ് അവിടെ വരാൻ പോകുന്നത്. വീണ്ടും ഇതേ അവസ്ഥകൾ തന്നെയാണ് ഇവർ നേരിടാനും പോകുന്നത്. അപ്പൊ ശക്തമായൊരു നിയമം ഉണ്ടാക്കുക. അതാണ് അത് ഞാൻ പിന്നീട് ആലോചിക്കാം. ആരോപണങ്ങൾ ഒട്ടേറെ ഭയങ്കര ഞെട്ടിക്കുന്ന ഇൻഫർമേഷൻസ് ആണ് ഈ റിപ്പോർട്ടിലുള്ളത്. അതിലൊരു ലീഗലായിട്ടുള്ള ഒരു പോലീസ് അന്വേഷണം അല്ലെങ്കിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം വേണം എന്ന ഒരു അഭിപ്രായമുണ്ടോ? പോലീസ് അന്വേഷണം ആയിരുന്നെങ്കിൽ ഇവർക്ക് നേരത്തെ പരാതി കൊടുക്കാമല്ലോ പോലീസിന്. അപ്പൊ അതൊക്കെ മേലെയാണ് പവർ. അപ്പൊ ഒരിക്കലും പോലീസ് കംപ്ലൈന്റ് കൊണ്ടൊന്നും ഇതിന് ഒരു എന്താ പറയാ, ഒരു നല്ല നടപടി ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്.